ആനമതിൽ വന്നതിന് ശേഷം ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇന്നലെ എങ്ങനെയാണെന്നറിയില്ല, മതിൽ ചാടി കിടന്ന് ആന ഇപ്പോൾ വന്നു. അത്ര വലിയ ആനയായിരിക്കണം, അല്ലാതെ രാത്രി ഇറങ്ങിയത് അറിഞ്ഞായിരുന്നോ? ഇല്ല, അറിഞ്ഞില്ല. മുറ്റത്തിന് അടുത്ത് വരെ എത്തിയില്ലേ? അതാ ചക്ക നിൽക്കുന്ന ആ പ്ലാവില്ലേ, ഇപ്പറേ നോക്കിയ ഇവിടെ ഉണ്ടാ ചക്ക നിൽക്കുന്ന പ്ലാവാ. ഈ പ്ലാവിലെ അതേലെ ഒരുപാട് ചക്ക ഉണ്ടായിരുന്നു, 10-35 എണ്ണം ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 3-4 എണ്ണേ പറിച്ചിട്ടുള്ളൂ ഈ കൊല്ലം. ബാക്കി മുഴുവൻ ഇന്നലെ അത് കുത്തി ചാടിച്ച്. അത്രയും ചക്ക ഉണ്ടേ? കുലുക്കി ചാടി കൊണ്ടുപോയില്ല, അത് അവിടെ ഇട്ട് തിന്നു. ഇവിടെ ഒരു വാഴ കളഞ്ഞിട്ടുണ്ടോ? കേട്ടോ. പക്ഷെ വലുതാണേലും അത് എങ്ങനെയായത്? ഇതാണ് പൊളിഞ്ഞ് കിടക്കുക. ഇവിടെയാണ് പൊളിഞ്ഞത്. വെച്ചാ അത് ഫോറസ്റ്റുകാർ വന്നിട്ട് ചെയ്താ. കല്ല് പൊളിഞ്ഞാണ് കിടന്നേ. അത് അതിൻ്റെ ഇടയ്ക്ക് ചവിട്ടി കയറിയതാണ് അവിടെ. നമസ്കാരം, ഞാനിന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ കേളകം ചെട്ടിയാമ്പറമ്പ് എന്ന് പറയുന്ന പ്രദേശത്താണ്. നമ്മളിതിനു മുന്നേ പല എപ്പിസോഡുകളിൽ ചെട്ടിയാമ്പറമ്പ് ഭാഗത്തെ അല്ലെങ്കിൽ അടയ്ക്കാത്തോട് ചെട്ടിയാമ്പറമ്പ് ഭാഗത്തെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കാലത്ത്, അതായത് ഒരു 5-6 വർഷം മുന്നേ ഒക്കെ വരെ ഇഷ്ടംപോലെ കാട്ടാനകൾ ഇറങ്ങിക്കൊണ്ടിരുന്നൊരു പ്രദേശമാണ്. പക്ഷേ ഇവിടെ ആനമതിൽ വന്നതിന് ശേഷം ഇങ്ങോട്ട് ആനകൾ തീരെ ഇറങ്ങാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്കൊക്കെ നല്ല സമാധാനമായിട്ടിരിക്കുന്നൊരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ഈ ചെട്ടിപ്പറമ്പ് പ്രദേശത്ത് ഒരാളുടെ പറമ്പിലേക്ക് ഈ ആനമതിലും കടന്ന് കയറിയിരിക്കുകയാണ്. അതിപ്പോൾ എല്ലാവരെയും, ഈ ഒരു പ്രദേശത്തുള്ള എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു സംഭവം ഒരു 5-6 വർഷത്തിനിടയ്ക്ക് ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ആനമതിലും ഇപ്പോൾ ആന കടക്കാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ ആനമതിൽ പൊളിച്ചിട്ടല്ല, അല്ലാതെ ആന കവച്ച് കടന്നു എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചത്. ഏതായാലും നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്തേക്കാണ് പോകുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഇനി അവിടെ ചെന്നിട്ട് നമുക്കറിയാം കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ഷിജു. ഈ സ്ഥലം ചെട്ടിയാമ്പറം അല്ലേ? ചെട്ടിയാമ്പറമ്പത്തുള്ള. ഇവിടെ ഇന്ന് രാവിലെ അല്ലേ? ഇന്ന് രാവിലെയാണ് ആന കയറിയത്. ആനമതിൽ ചാടിക്കിടന്നാണ് കയറിയത്. ഓഹോ, ഇതിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണോ? ആനമതിൽ വന്നതിന് ശേഷം ഇതിനു മുന്നേ ഒരു പ്രാവശ്യം കയറിയായിരുന്നു. അത് കഴിഞ്ഞിപ്പം ഒരു 4 വർഷം മുന്നേ ഒന്ന് കയറിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ടാണ് അല്ലേ? 4 വർഷം കൂടിയിട്ട് ഒന്ന് കയറിയത്. ഈ ആനമതിലും ആന കിടക്കാൻ തുടങ്ങിയെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ആശങ്കയുണ്ടോ? തീർച്ചയായും. കാരണം ഇത് വന്നതിന് ശേഷം ഒത്തിരി സമാധാനം ഉണ്ടായിരുന്നല്ലേ? ആനമതിൽ വന്നതിന് ശേഷം, അതിനു മുന്നേ ആന സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. ആനമതിൽ വന്നതിന് ശേഷം ഒരു പ്രശ്നമില്ലായിരുന്നു. അതുകൊണ്ട് കൃഷികളെല്ലാം വാഴയായാലും തെങ്ങായാലും കവുങ്ങായാലും എല്ലാം നട്ട് ഇത്രയും ആക്കി. പിന്നെ അതിന് മുന്നേ ഒത്തിരി സാധനങ്ങൾ പോയിക്കൊണ്ടിരുന്നതാണ്. ആനമതിൽ വന്നതിന് ശേഷം ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇന്നലെ എങ്ങനെയാണെന്നറിയില്ല, മതിൽ ചാടി കിടന്ന് ആന ഇപ്പോൾ വന്നു. അത്ര വലിയ ആനയായിരിക്കണം, അല്ലാതെ രാത്രി ഇറങ്ങിയത് അറിഞ്ഞായിരുന്നോ? ഇല്ല, അറിഞ്ഞില്ല. ഇവിടെ ഞങ്ങൾ ഒത്തിരി ഇങ്ങോട്ട് മാറിയിട്ടായതുകൊണ്ട് ഇവിടെ കുറേ ഉണ്ടോ, സ്ഥലമുണ്ടോ? ഇത് 4 ഏക്കർ ആണല്ലേ? ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാമോ? ഓക്കെ. നമ്മളിപ്പോൾ ആ ചേട്ടൻ്റെ പറമ്പിലേക്ക്, അതായത് ആന കയറി വന്ന ആ ഒരു പ്രദേശത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മതിൽ വന്നതിന് ശേഷം എല്ലാം പന്നി അടക്കമുള്ള എല്ലാം കുറവുണ്ടല്ലേ? എല്ലാം കുറവുണ്ട്. ഒരു ശല്യമില്ല, ജീവികളുടെ ഒന്നും ശല്യമില്ല അല്ലേ? ഇതൊക്കെ അതിന് ശേഷം വെച്ച റബ്ബറാ? അതെ ആണല്ലേ? റബ്ബർ ഇത് കണ്ടില്ലേ, കവുങ്ങ് കണ്ടില്ലേ? എല്ലാം പുതിയ വെച്ചാലേ? എല്ലാം പുതിയതാണ്. ഓഹോ, എല്ലാം ഒന്ന് ആക്കി കൊണ്ടുവരുന്നല്ലേ? അതെ. ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ചീങ്കണ്ണിപ്പുഴ അല്ലേ? ചീങ്കണ്ണിപ്പുഴ. അതിനപ്പുറം ഫോറസ്റ്റാ? അതിൻ്റെ അപ്പുറം ഫോറസ്റ്റ്. ഈ പ്രദേശം എന്ന് പറയുന്നത് ആറളം, ആ ഒരു പ്രദേശത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ അതിർത്തി പങ്കിടുന്നില്ല. ഇത് പുഴയുടെ അപ്പുറം ഫോറസ്റ്റ് കേട്ടോ. ആറളം വന്യജീവി സങ്കേതമാണ് ഇതിനപ്പുറത്ത്. ആറളം ഫാമല്ല, ആറളം വന്യജീവി സങ്കേതം. ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കുറേ സംഭവങ്ങളൊക്കെ കളഞ്ഞു കേട്ടാ. വാഴയും ഒരു 5-6 റബ്ബർ കളഞ്ഞു. പിന്നെ കുറേ വാഴ കളഞ്ഞു. ആണല്ലേ? പിന്നെ അപ്പുറത്തെ പറമ്പിലേക്ക് പോയി. അങ്ങോട്ട് പോയില്ലേ? അവിടെ കുറച്ച് കവുങ്ങും കളഞ്ഞു, വാഴയും കളഞ്ഞു.
നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് താഴെ ആനമതിലിൻ്റെ ഭാഗങ്ങൾ ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇതിലേ നടന്നോ? ഇപ്പം ഈ ഹൈറ്റ് കുറഞ്ഞ പ്രദേശത്താണോ എന്നൊരു സംശയമുണ്ട്. ഇപ്പോൾ ചേട്ടൻ പറയുമ്പോൾ എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ ഒരു സെക്ഷൻ ഇച്ചിരി ഹൈറ്റ് കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. ഇങ്ങോട്ടാ കയറിയേ? ആ, ഇതിലിങ്ങനെ കയറി അങ്ങ് പോയി. ഓഹോ, അവിടെ കണ്ടോ വാഴ കളഞ്ഞേക്കുന്നേ? ആ ഇതിലാണ് കയറി വന്നത്. ഇതിലേ കയറി പോയല്ലേ? മതിലെവിടെയാണ്? ഇതിൽ നോക്കാം. ഇതിലേ കയറി വന്നല്ലേ? വാഴ കളഞ്ഞേക്കുന്നതാണ് ഈ കാണുന്നത്. കാൽപ്പാട് കണ്ടോ? ഇതിലൊക്കെ പോയതാ അല്ലേ? ഇതിലെല്ലാം പോയതാ. ഇത് നടന്നു പോയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ചവിട്ടുപാടുകളൊക്കെ കണ്ടല്ലോ. വലിയ ആനയാണ്. കാൽപ്പാടുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ തന്നെ ഇറങ്ങി പോയേ? ഇതിലേ ഇറങ്ങിപ്പോയി. തിരിച്ച് ഇതിലേ ഇറങ്ങിപ്പോയി അല്ലേ? ഇവിടെ ഒരു വാഴ വളങ്ങുന്നുണ്ട് കേട്ടോ. കാണാം കേട്ടോ. ഇതിലേ ഇറങ്ങിയില്ലേ? എന്തോ ഭാഗ്യം കൊണ്ട് ഇവിടുത്തെ പൈപ്പ് പൊട്ടിച്ചാ? ഇല്ലല്ലോ, പൈപ്പ് പൊട്ടിച്ചോ? പൈപ്പ് പൊട്ടി. ഇത് അങ്ങോട്ടുള്ള വെള്ളം പൈപ്പ് ഇതിലിങ്ങനെ ഇറങ്ങിപ്പോയി തോന്നല്ലേ? ഇതിലിങ്ങനെ ഇറങ്ങിപ്പോയി. കയറിയ സ്ഥലം ഒന്ന് കാണിച്ചു. കയറിയ സ്ഥലം കാണിക്കാം. ഇവിടം വരെ വന്നിട്ടുണ്ടോ? അതെ അതെ. ഇതിൽ തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റുമോ? അതിലേ ഇറങ്ങുന്ന ബുദ്ധിമുട്ടായിരിക്കും. ഫോറസ്റ്റുകാരെ അറിയിച്ചായിരുന്നോ? എന്തോ? ഫോറസ്റ്റുകാർ വന്നായിരുന്നോ? അവരെന്നാ പറഞ്ഞേ? അവിടെ ആനമതിൽ കുറച്ച് കല്ല് പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ. അത് അതിലാണ് കയറി. അതിൽ കൂടെ ചവിട്ടി കയറാനാണ് സാധ്യത. അപ്പം അവർ വന്ന് അത് കെട്ടി വൃത്തിയാക്കി വെച്ചിട്ട് പോയിട്ടുണ്ട്. ഇതിങ്ങനെ കയറി വന്നേ തോന്നുന്നു. ഇങ്ങനെ വന്നേ അങ്ങനെ കയറി വന്ന വഴി കൂടെ നമ്മളിപ്പോൾ പോകുന്നത്. ഉണ്ടോ? ഇതൊക്കെ ചവിട്ടുപാടുകളുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ചവിട്ടുപാടുകൾ കാണാം. ഇതാണ് ആനമതിൽ. ഞാൻ ഈ ആനമതിലിനെ കുറിച്ച് ഇതിനു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം ചെയ്തിട്ട് വളരെ സക്സസ്ഫുള്ളായിട്ടിരുന്ന ഒരു ആനമതിലാണ്. ഇങ്ങനെ ആർക്കും എപ്പോഴാണ് ഇതുവരെ ഇതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അതിന് ശേഷം ഉണ്ടായിരുന്നു ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. ചേട്ടാ ഇതിലൊന്നും കയറാൻ സാധ്യതയില്ലല്ലോ? അതിലല്ലേ കയറിയ? അല്ലല്ലേ? ഇവിടുന്ന് നമുക്ക് ആനമതിലിൻ്റെ മുകളിൽ കൂടെ ഞാൻ പോകുന്ന കേട്ടോ. ഇനി സ്റ്റെപ്പ് ഇതിലാണ് കയറിയ? ഇതിലേ കയറിയിട്ട് ഇതിലേ കയറി ഇവിടെ ചാടി. എന്നിട്ട് ഇങ്ങോട്ട് ചാടിയോ? അതായത് കിടക്കുന്നല്ലേ? ഈ റബ്ബറെല്ലാം അവിടെ റബ്ബർ, ഇവിടെ 2 എണ്ണം റബ്ബർ ഒടിച്ചാലേ? അവിടെ മറിച്ചിട്ടേക്കുന്നു. ഇതിലെങ്ങനെ ഇത് കയറിയാവോ? അതെ, ഇതാണ് ഇത്രയും ഹൈറ്റ് ഉള്ള സ്ഥലത്തൂടെ എങ്ങനെ കയറി എന്നുള്ളതാണ്. അത്ര വലിയ ആനയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ കയറാൻ പറ്റില്ല. പക്ഷെ വലുതാണേലും അത് എങ്ങനെയായത്? ഇതാണ് പൊളിഞ്ഞ് കിടക്കുന്നത്. ഇവിടെയാണ് പൊളിഞ്ഞത്. വെച്ചാ അത് ഫോറസ്റ്റുകാർ വന്നിട്ട് ചെയ്താ. ഓ, കല്ല് പൊളിഞ്ഞാണ് കിടന്നേ. അത് അതിൻ്റെ ഇടയ്ക്ക് ചവിട്ടി കയറി തന്നോ? ഈ കാണുന്നതാണ് ചിങ്കണ്ണിപ്പുഴ. ഇതിൻ്റെ അപ്പുറം എന്ന് പറയുന്നത് ആറളം വന്യജീവി സങ്കേതം. ഇതെങ്ങനെയായാലും 6 അടി. എത്ര അടി ഉണ്ട് ഇത്? 2.20 മീറ്റർ. 2.20, അതായത് 7 അടി. 7.25 അടിയാണ് ഹൈറ്റ്. നമ്മളിവിടെ കയറാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്ഥിരം കയറൂല. അതാണ് ഇനിയാണ് പ്രശ്നം. ഇപ്പം ഇനിയുള്ള കൃഷി മൊത്തം നശിപ്പിക്കും. അതെ. ഒന്ന് കയറി പഠിച്ചു കഴിഞ്ഞാലേ രക്ഷയില്ല. ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വേറെ എവിടെയാ കൃഷികൾ കളഞ്ഞ എവിടെയാ? ഇനിയിപ്പം അപ്പുറയാണ്, അങ്ങോട്ട് പോയി.
തിരിച്ചിങ്ങോട്ട് വന്നിച്ചാ ഇറങ്ങി അവിടെ വരെ പോയോ? ആ പിന്നെ ഇറങ്ങിയതില്ല, അവിടെ ഒന്നും കളഞ്ഞില്ലല്ലോ, അവിടെ ഒന്നും കളഞ്ഞില്ലല്ലോ. ഒന്നും കളഞ്ഞില്ല. അതെ ഇതിലിങ്ങനെ നടന്നു പോയിട്ടുണ്ട്, ഇവിടെ പാട് കാണാൻ. അല്ല ഇറങ്ങിയതപ്പോൾ എവിടെയാ? ഇറങ്ങിയത് ഇവിടെ ആകാനാണ് സാധ്യത. ഫോറസ്റ്റുകാർ ഇതിലേ ആ പറഞ്ഞു. മണ്ണിൽ കൂടെ അല്ലല്ലോ. അല്ല, ഫോറസ്റ്റുകാർ ഇതിലേ ഇറങ്ങിയെന്നാണ് അന്നേരം പറഞ്ഞത്. ഇതിപ്പം ഇവിടെയൊക്കെ ഹൈറ്റ് കുറവല്ലേ, ഇവിടെ ഹൈറ്റ് കുറവാ മതിലിനെ. എനിക്ക് ആ ഹൈറ്റിൽ തന്നെ അങ്ങനെ പോകണമായിരുന്നല്ലേ. ഇവിടെ എത്തിയപ്പോൾ ഹൈറ്റ് കുറഞ്ഞു തോന്നുന്നു അല്ലേ? ഇവിടെ ഒരല്പം ഹൈറ്റ് കുറവ്. അതിനെ വെച്ചാൽ ഇവിടെ മണ്ണ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. അല്ല ഈ മണ്ണ് മാറ്റണം, ഒന്നുകിൽ ഇവിടുത്തെ മണ്ണ് മൊത്തത്തിൽ മാറ്റിക്കളയാം. കഴിഞ്ഞ ദിവസം തന്നെ ആന വന്ന് മറ്റൊരു ആളുടെ പറമ്പിലേക്കും കൂടെ ആന കയറിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അതെങ്ങനെ ഇതിലിങ്ങനെ പോയാ? അവിടെ നിന്ന് ഇങ്ങനെ പോയി അതിലെ പോയിട്ടുണ്ട് അല്ലേ? അതിലെ പാടുണ്ട്, അതിൻ്റെ പാടുണ്ട്. അതിൽ കയറിയിട്ട് ഇങ്ങനെയായിട്ട് പോയെ. ഇതിലിങ്ങനെ പോയിട്ടുണ്ടല്ലേ ചേട്ടാ? ഇങ്ങനെ പോയിരുന്നു അല്ലേ? പാടേതാ? കാൽപ്പാട് കാണുന്നില്ലല്ലോ. ആ അതെ അതെ, ഇത് തന്നെ ഇതാ ഇതല്ലേ കമ്പൊക്കെ ഒടിച്ച് റബ്ബറിൻ്റെ ഇതൊക്കെ ഒടിച്ചേക്കുന്നു. ഇവൻ എവിടെ ചെന്നാലും അപ്പീടല്ല പരിപാടി. ആനപ്പുണ്ടല്ലേ? ഉണ്ടോ? ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഓ, ഇതെന്തോരം അപ്പീട്ടേക്കുന്നത്. കുറേ ഉണ്ടല്ലേ? എന്തോ മൊത്തം ചക്കക്കുരുവാണല്ലോ. ഇതിൻ്റെ അകത്ത് മൊത്തം ചക്കക്കുരുവാണല്ലോ ചേട്ടാ. ചക്കക്കുരു ഉണ്ടല്ലോ ഇഷ്ടം പോലെ. ചക്ക ഇവിടെ ചക്ക പറിച്ചിട്ടുണ്ടോ? നമ്മുടെ പറിച്ചിട്ടില്ല. ഇവിടെ നിങ്ങൾ മുകളിലേക്ക് കയറിയേ? ഇങ്ങനെ കയറിയാൽ മുകളിലേക്ക് കയറിയാ? ഇങ്ങോട്ട് കവുങ്ങാ പോയെന്ന് പറഞ്ഞേ. ഇവിടെ എവിടെ ഇടാ? ആ അവിടെയോ? അവിടെ എത്തിയോ? അല്ലേ? വാഴ കളഞ്ഞു, കവുങ്ങന്തൈ പെടുത്തി. ഓ, സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് എത്തിയില്ലേ? ഈ ചാമ്പക്ക കുലുക്കി ചാടിച്ചാ ആയിരിക്കുമല്ലോ. അതെ അതെ, പിടിച്ചിട്ടുണ്ട്. അവിടെ പാടൻ, കാൽപ്പാടിൻ്റെ. അല്ലാണ്ട് ഇത്രയും ചാടിയല്ല. അപ്പോഴത്തേക്ക് ഇവർ ഇറങ്ങി കാണുമായിരിക്കും. കവുങ്ങ് അതൊക്കെയുണ്ടോ? വാഴ അല്ലേ? കവുങ്ങ് കുലുക്കിയതല്ലേ? ആ